ഹലോ ഓൾ, വെൽക്കം ടു ദിശ അക്കാഡമി. അപ്പോൾ നമ്മുടെ ഒരു റെയിൽവേ എക്സാംസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഫോക്കസ് ചെയ്ത് തന്നെ ബയോളജിയുടെ ഒരു ക്ലാസ് സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ ബയോളജിയിൽ നമുക്ക് കുറച്ചധികം ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഇന്ന് എന്തായാലും നമ്മൾ ബയോളജിയിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ടോപ്പിക് ആയിട്ടുള്ള സെല്ലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം ഇതിൽ നമ്മൾ ക്ലാസ്സിനോടൊപ്പം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഈ ഒരു ക്ലാസ് സീരീസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ കൃത്യമായിട്ട് ഓരോ ക്ലാസ്സസ് ഫോളോ ചെയ്ത് നോട്ട് പ്രിപ്പയർ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ RRB റെയിൽവേ എക്സാംസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെ നമ്മുടെ ഓൺലൈൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതിൽ നിങ്ങൾക്കാണെങ്കിൽ എന്താണ് റെക്കോർഡഡ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, റെക്കോർഡഡ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്ത് കൃത്യമായിട്ടുള്ള ഒരു ടൈം ടേബിൾ തരും. അപ്പോൾ അതനുസരിച്ച് എന്ത് ചെയ്യുക, പഠിച്ചിട്ട് വരിക. പിന്നെ അതിനോടൊപ്പം തന്നെ എന്ത് കാണും, ലൈവ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ആ ലൈവ് ക്ലാസ്സിൽ നമ്മൾ ഒരു സ്റ്റെപ്പും കൂടെ മുന്നോട്ട് എന്ന് വെച്ചാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എല്ലാ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നമ്മൾ എന്ത് ചെയ്യും, ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ ക്ലാസ് മെറ്റീരിയൽസും കാര്യങ്ങളും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. മോക്ക് എക്സാംസും കാര്യങ്ങളും ആപ്പിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ എന്ത് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെൻറ്റർ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ടീച്ചേഴ്സുമായിട്ട് എന്ത് ചെയ്യാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ താഴെ കൊടുത്തേക്കുന്ന 2 നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. സെല്ലിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നോക്കാം. ബയോളജിയിൽ ഏറ്റവും ബേസിക്, ബയോളജി എന്ന് പറഞ്ഞാൽ എന്താണ്, ലൈഫിനെ പറ്റിയുള്ള പഠനത്തെയാണ് നമ്മൾ ബയോളജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലൈഫ് തുടങ്ങുന്നത് എവിടെന്നാ, നമ്മുടെ എല്ലാവരുടെയും ലൈഫ് ഒരു സെല്ലിൽ നിന്നുമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ലൈഫിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനം എന്ന് പറയുന്നത് എവിടെ നിന്നും തന്നെയാണ്, സെൽ. അപ്പം ആ സെല്ലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സെല്ലിന്റെ സ്ട്രക്ചർ, അതേപോലെ തന്നെ സെല്ലിന്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഉള്ളത്, അതിന്റെ ഫീച്ചേഴ്സ്, ആരാണ് കണ്ടുപിടിച്ചത്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം എന്തായാലും നമ്മുടെ സെല്ല് എന്താണ്, സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിക്ക്, ഇപ്പം നമ്മൾ ബോഡി എന്ന് പറയുമ്പം സ്കിന്ന്, ഓർഗൻസ് എന്നൊക്കെ പറയുന്നെങ്കിൽ പോലും ഇതിൻ്റെയൊക്കെ ഉള്ളിൽ ഏറ്റവും ബേസിക് ആയിട്ട് ആരാണ്, നമ്മുടെ സെല്ല് തന്നെയല്ലേ. നമ്മുടെ സെല്ലല്ലേ നമുക്ക് സ്ട്രക്ചറും നമ്മുടെ ഉള്ളിലും പുറമേ ഉള്ള എല്ലാ ഫങ്ഷൻസും ചെയ്യുന്നത് സെല്ല് തന്നെയല്ലേ. അപ്പൊ നമുക്ക് പറയാം ലൈഫിന്റെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്, സെല്ലാണ്. ഓക്കെ, അതുപോലെ തന്നെ ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ്, ബേസിക് യൂണിറ്റ്, ഫണ്ടമെന്റൽ യൂണിറ്റ്, ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ലൈഫിന്റെ ഏറ്റവും സ്മോളസ്റ്റ്, ബേസിക്, ഫണ്ടമെന്റൽ യൂണിറ്റ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഒന്ന് തന്നെയാണ്, എന്താണ്, സെൽ. ഓക്കെ, നമ്മൾ ഹ്യൂമൻ ബീയിങ്സിന് ഒരു സെല്ല് കൊണ്ട് ജീവിച്ചിരിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മളെല്ലാം മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. എന്നാൽ യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസംസും ഉണ്ട്. നമ്മളെ നേക്കഡ് ഐസ് കൊണ്ട് നമുക്ക് കാണാൻ പറ്റാത്ത മൈക്രോ ഓർഗാനിസംസ്. ഫോർ എക്സാമ്പിൾ ബാക്ടീരിയക്ക് ഒറ്റ സെല്ലുണ്ടെങ്കിലും ജീവിച്ചിരിക്കാൻ പറ്റും. ഓക്കെ, അപ്പം ജീവന് എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ് ചോദിച്ചാലും എന്ത് തന്നെയാണ്, നമ്മുടെ സെല്ലാണ്. ഓക്കെ, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സ്മോളസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ബാക്ടീരിയക്ക് ഒറ്റ സെല്ലേ ഉള്ളൂ. ആ ഒറ്റ സെല്ല് കൊണ്ട് അത് ജീവിക്കാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പം ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ് എന്താണ്, നമ്മുടെ സെല്ലാണ്. ഓക്കെ, ഈ സെല്ലിനെ പറ്റി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഇനി പഠിക്കാൻ പോവുക. ഓക്കെ, അപ്പം സെല്ലിനെ പറ്റിയുള്ള പഠനം. ഓക്കെ, സ്റ്റഡി ഓഫ് സെല്ലിനെ നമ്മൾ പറയുന്നത് എന്താണ്, ലോജി എന്ന് പറഞ്ഞാൽ സ്റ്റഡിയാണ്, സൈറ്റ് എന്ന് പറഞ്ഞാൽ സെല്ലാണ്. അപ്പോൾ സെല്ലിനെ പറ്റിയുള്ള പഠനത്തെ നമുക്ക് എന്തെന്ന് പറയാം, സൈറ്റോളജി എന്ന് പറയാം. ഓക്കെ, ഇനി സെല്ലുകൾ കൂടിച്ചേരും. ഒരുപോലത്തെ കുറച്ച് സെല്ലുകൾ കൂടിച്ചേർന്ന് എന്തെങ്കിലും ഒരു പ്രത്യേക ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് സെല്ലുകൾ കൂടിച്ചേരും. ആ സെല്ലുകൾ കൂടിച്ചേരുമ്പോൾ നമ്മൾ അതിനെ പറയുന്നത് ടിഷ്യൂ എന്നാണ് പറയുന്നത്. ഓക്കെ, ടിഷ്യൂ. ഓക്കെ, അതേപോലെ തന്നെ ടിഷ്യൂവിനെ പറ്റിയുള്ള പഠനത്തെ നമ്മൾ പറയുന്നത് എന്താണ്, ഹിസ്റ്റോളജി എന്ന് പറയും, ഹിസ്റ്റോളജി. ഓക്കെ, അപ്പം സെല്ലുകൾ കൂടിച്ചേർന്ന് എന്താവും, ടിഷ്യൂ ആവും. ടിഷ്യൂസ് കൂടിച്ചേരുമ്പോഴോ കുറച്ചധികം ടിഷ്യൂസ് കമ്പൈൻ ചെയ്ത് എന്തെങ്കിലും പ്രത്യേക ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്പോൾ നമ്മൾ ആ ഗ്രൂപ്പ് ഓഫ് ടിഷ്യൂവിനെ നമ്മൾ പറയുന്നതാണ് എന്ത്, ഓർഗൻ എന്ന് പറയും. ഓക്കെ, ഇനി ഓർഗൻസ് കൂടിച്ചേരാറുണ്ട്. ഓർഗൻസ് കൂടിച്ചേരുമ്പോൾ നമ്മൾ പറയും ഓർഗൻ സിസ്റ്റം എന്ന് പറയും. ഓക്കെ,
ഓക്കെ, ഇതൊക്കെ ഓരോ ലെവലുകളാണ്. സെല്ല് കൂടി ചേർന്ന് ടിഷ്യൂ ആവും, ടിഷ്യൂ കൂടി ചേർന്ന് ഓർഗൻ ആവും, ഓർഗൻ കൂടി ചേർന്ന് എന്താവും? ഓർഗൻ സിസ്റ്റം ആവും. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഞാൻ അടുത്ത സ്ലൈഡിലോട്ട് പോവുകയാണ്. അപ്പൊ നമ്മൾ കുറച്ച് നേരമായിട്ട് സെല്ലെന്ന് പറയുവാണ്. ആരാണ് ഈ സെല്ല് കണ്ടെത്തിയത്? ഓക്കെ, ആദ്യമായിട്ട് ഒരു സെല്ല് കണ്ടെത്തിയത് ആരാണ്? ഓക്കെ, അപ്പൊ നമ്മുടെ സെല്ല് കണ്ടെത്തിയത് റോബർട്ട് ഹുക്ക് എന്ന് പറയുന്ന ആളാണ്. 1665 എന്ത് കണ്ടുപിടിച്ചത്? സെല്ല് റോബർട്ട് ഹുക്ക് കണ്ടെത്തിയത്. ഓക്കെ, ഇത് സ്റ്റെമ്മിന്റെ ബാർക്കിലുള്ള സെല്ലുകളാണ് കണ്ടെത്തിയത്. ആ ബാർക്കിലുള്ള സെല്ലുകളെ നമ്മൾ കോർക്ക് സെൽ എന്ന് പറയും. കോർക്ക് സെൽ. ഇത് കണ്ടുപിടിച്ചപ്പോഴാണ് മനസ്സിലായത് ആ സെൽ എന്തായിരുന്നു? ഡെഡ് ആയിരുന്നു. ഓക്കെ, കോർക്ക് സെല്ലാണ് കണ്ടെത്തിയത്. സ്റ്റെം ബാർക്കിലുള്ള സെല്ലുകളെയാണ് നമ്മൾ കോർക്ക് സെൽ എന്ന് പറയുന്നത്. സംഭവം എന്തായിരുന്നു? ഡെഡ് ആയിരുന്നു. ഓക്കെ, അപ്പൊ ഇനി അറിയണം, ആദ്യമായിട്ട് ലിവിങ് സെൽ കണ്ടെത്തിയത് ആര്? ആദ്യമായിട്ട് ലിവിങ് സെൽ കണ്ടെത്തിയത് വേറൊരാളാണ്. ആന്റോൺ വോൺ ലിയാൻഹുക്ക് എന്ന് പറയുന്ന ആളാണ് ആദ്യമായിട്ട് ലിവിങ് സെൽ കണ്ടെത്തിയത്. ഓക്കെ, ആദ്യമായിട്ട് സെല്ല് കണ്ടെത്തിയത് ചോദിച്ചു കഴിഞ്ഞാൽ റോബർട്ട് ഹുക്ക് തന്നെയാണ്. എന്നാൽ ആദ്യമായിട്ട് ലിവിങ് സെൽ കണ്ടെത്തിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആന്റോൺ ആണെന്ന് ഓർത്തിരിക്കുക. ആന്റോൺ വോൺ ലിയാൻഹുക്ക് ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നമ്മൾ സെല്ലിനെ പറ്റിയാണ് പഠിക്കുന്നത്. സെല്ലിന് ഒരു തിയറി ഉണ്ട്, നമ്മൾ അതിനെ സെൽ തിയറി എന്ന് പറയും. ആ സെൽ തിയറി കൊണ്ടുവന്നത് രണ്ടുപേര് ചേർന്നിട്ടാണ്, ഷ്വാനും ഷ്ലീഡനും, അല്ലെങ്കിൽ ഷീഡൻ ആൻഡ് ഷ്വാൻ എന്ന് പറയാം. ഓക്കെ, ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് സെല്ലിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു സെൽ തിയറി കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ആ സെൽ തിയറിയിൽ ഉള്ളത്? ഓക്കെ, ആ കാര്യങ്ങളാണ് നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത്. ഓക്കെ, എന്താണ് സെൽ തിയറിയിൽ ഉള്ളത്? ഓക്കെ, സെൽ തിയറി. ഈ സെൽ തിയറിയിൽ 3 പോയിന്റ്സ് ആണ് മെയിൻ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഓൾറെഡി ഒരു പോയിന്റ് നമ്മൾ പറഞ്ഞു, സെൽ ഈസ് ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ്. നമ്മുടെ ലൈഫിന് അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് സ്ട്രക്ചറും ഫങ്ഷനും ഒക്കെ തരുന്നത് ആരാണ്? നമ്മുടെ സെല്ലാണ്. ഓക്കെ, അതുപോലെ തന്നെ അടുത്തത് അതിനെക്കാട്ടിയും സിമ്പിൾ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, ഓൾ ലിവിങ് ഓർഗാനിസംസ് ആർ കമ്പോസ്ഡ് ഓഫ് സെൽസ് ഓർ പ്രോഡക്ട്സ് ഓഫ് സെൽസ്. ഏതൊരു ലിവിങ് ഓർഗാനിസം എടുത്താലും അതിന്റെ ബോഡി സെല്ല് കൊണ്ടിട്ടാണ് ഫോം ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ സെല്ലുകളുടെ കൂട്ടം. ഓക്കെ, അപ്പം സെൽസ് ഓർ പ്രോഡക്ട്സ് ഓഫ് സെൽസ്, എല്ലാ ലിവിങ് ഓർഗാനിസംസ് എന്താണ്? സെല്ല് വെച്ചിട്ടാണ് അവരുടെ ബോഡി ഫോം ചെയ്തേക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ലാസ്റ്റ് പോയിന്റ്, ഓൾ സെൽസ് അറൈസ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽസ്. നേരത്തെ ഉണ്ടായിരുന്ന സെല്ലിൽ നിന്നും തന്നെയാണ് പുതിയ സെല്ലുകൾ ഉണ്ടായി വരുന്നത്, സെൽ ഡിവിഷൻ വഴി. ഓക്കെ, ഒരു പുതിയ സെൽ ഉണ്ടാവും, അത് മെച്ചുവർ ആവും, മെച്ചുവർ ആയതിനു ശേഷം അതിന് സെൽ ഡിവിഷൻ നടക്കും. അങ്ങനെ അതിൽ നിന്നും പുതിയ വീണ്ടും 2 സെല്ലുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ 4 സെല്ലുകൾ ഉണ്ടാവും. ഓക്കെ, ഇങ്ങനെ നേരത്തെ ഉണ്ടായിരുന്ന സെല്ലിൽ നിന്നും തന്നെയാണ് പുതിയ സെൽസ് ഉണ്ടായി വരുന്നത്. ഇതാണ് 3ാമത്തെ പോയിന്റ്. ഇതാണ് നമ്മുടെ സെൽ തിയറിയിലുള്ള 3 പോയിന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്ന് നമ്മുടെ എന്താണ്? സ്ട്രക്ചറൽ ഫങ്ഷണൽ യൂണിറ്റ് ആണ്. 2 അതിനെക്കാട്ടിയും സിമ്പിൾ പോയിന്റ് ആണ്, എന്താണ്? എല്ലാ ലിവിങ് ഓർഗാനിസംസും സെൽ അല്ലെങ്കിൽ സെല്ലുകളുടെ കൂട്ടം വെച്ചിട്ടാണ് ഫോം ചെയ്തേക്കുന്നത്. 3ാമത്തത് എന്താണ്? സെൽസ് എറൈസ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽസ്. സെൽസ് ഉണ്ടായി വരുന്നത് നേരത്തെയുള്ള സെല്ലിൽ നിന്നും തന്നെയാണ്. ഓക്കെ, അപ്പം സെല്ലെന്ന് പറയുമ്പം അതിനൊരു സ്ട്രക്ചറും അത് നമ്മൾ പറയപ്പെടുന്ന ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, പക്ഷേ ഇതിനൊരു എക്സെപ്ഷൻ ആയിട്ട് ഒരാളുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സെൽ തിയറിക്ക് എക്സെപ്ഷൻ ആയിട്ടുള്ള ഒരാളാണ് വൈറസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം വൈറസ് എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാക്കുന്നതാണ് എന്ത്? വൈറസ് എന്ന് പറയുന്നത്. അതിന് ജീവൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ല. എന്ന് പറഞ്ഞാൽ അതിനൊരു ഹോസ്റ്റ്, ഒരു ബോഡി കിട്ടിക്കഴിഞ്ഞാൽ അത് ആക്റ്റീവ് ആവും, അല്ലെങ്കിൽ അത് ഡെഡ് പോലെ ആയിരിക്കും. ഓക്കെ, ഈ വൈറസിന് ഒരു സെല്ലിന് വേണ്ടുന്ന ഒരു കാര്യവും ആർക്കില്ല? വൈറസിനില്ല. ഓക്കെ, വൈറസിന്റെ ബോഡി എടുത്തു കഴിഞ്ഞാൽ അതിലൊന്നുമില്ല, ഒരു സെല്ലിന് വേണ്ടുന്ന അല്ലെങ്കിൽ പറയപ്പെടുന്ന ഒരു കാര്യവും ആർക്കില്ല? വൈറസിനില്ല. സെല്ലിന് എന്തൊക്കെയാണ് ഉള്ളത് കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. എന്തായാലും നമ്മുടെ സെല്ലിനുള്ള ഒരു കാര്യവും ആർക്കില്ല? വൈറസിനില്ല. അതുകൊണ്ട് തന്നെ വൈറസ് സെൽ തിയറിക്ക് എന്താണ്? എക്സെപ്ഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ സെൽ തിയറിയിലൂടെ ഒരു എക്സെപ്ഷൻ ആയിട്ട് ഓർത്തിരിക്കുക എന്താണ്? വൈറസുകൾ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ സെല്ലിന്റെ സ്ട്രക്ചർ നോക്കാനായിട്ട് പോവുകയാണ്. ഇപ്പൊ പ്ലാന്റ് സെൽ ആണെങ്കിലും അനിമൽ സെൽ ആണെങ്കിലും നമുക്ക് ഒന്നിച്ച് പഠിച്ചാൽ മതി, കാരണം രണ്ടിലും ഉള്ളതൊക്കെ ഒന്ന് തന്നെയാണ്. പിന്നെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അത് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, എന്നാലും ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? 2 സ്ട്രക്ചറും
കൃത്യമായിട്ട് എന്തൊക്കെയാണ് പ്ലാന്റ് സെല്ലിലും അനിമൽ സെല്ലിലും ഉള്ളതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഫിഗർ നോക്കാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, നമുക്ക് എന്തായാലും പുറത്തുനിന്ന് തുടങ്ങാം. പ്ലാന്റ് സെൽ ആയിക്കോട്ടെ അനിമൽ സെൽ ആയിക്കോട്ടെ, അവർക്ക് പുറമേ ഒരു കവറിങ് ഉണ്ടാവും. ഓക്കെ, അപ്പം ഈ കാണുന്നത് പ്ലാന്റ് സെല്ലും ഈ കാണുന്നത് എന്താണ്, അനിമൽ സെല്ലും ആണ്. ഓക്കെ, ഈ പടത്തിൽ കാണുമ്പം നിങ്ങൾക്ക് ഏകദേശം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്ലാന്റ് സെല്ലായിരിക്കും എപ്പോഴും അനിമൽ സെല്ലിനെക്കാട്ടിയും വലിപ്പം. ഓക്കെ, ഇനിയിപ്പോൾ ഈ ഫിഗറിൽ തിരിച്ചറിയാൻ പറ്റുന്നില്ലെങ്കിലും ഓർത്തിരിക്കുക, എന്താണ് എപ്പോഴും വലിപ്പം വെച്ചിട്ട് അറ്റ് എ ടൈം നമ്മൾ പ്ലാന്റ് സെല്ലും അനിമൽ സെല്ലും കമ്പയർ ചെയ്യുവാണെങ്കിൽ എപ്പോഴും പ്ലാന്റ് സെല്ലിനായിരിക്കും അനിമൽ സെല്ലിനെക്കാട്ടിയും ഒത്തിരി വലിപ്പം കൂടുതൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ കൊടുത്തേക്കുന്നത് എന്തായാലും പ്ലാന്റ് സെല്ലും ഇവിടെ എന്താണ് നമ്മുടെ അനിമൽ സെല്ലിനെയാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇനി രണ്ട് സെല്ലിനും പുറമേ കവറിങ് ഉണ്ട്. നമ്മുടെ അനിമൽ സെല്ലിന് പുറമേ നിങ്ങൾക്ക് ഇവിടെ ഒരു കവറിങ് കാണും. ഈ കവറിങ്ങിനെ പറയുന്ന പേരാണ് എന്ത്, സെൽ മെംബ്രെയിൻ എന്ന് പറയും. ഓക്കെ, ഇതേ കവറിങ് ആർക്കും ഉണ്ട്, നമ്മുടെ പ്ലാന്റ് സെല്ലിനും ഉണ്ട്. അതിവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഈ പ്ലാന്റ് സെല്ലിന്റെ അകത്തുള്ള ലെയർ ആണ് ഏത്, സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്. അനിമൽ സെല്ലിന്റെ ഏറ്റവും പുറമേ ഉള്ള ലെയർ, അല്ലെങ്കിൽ അനിമൽ സെല്ലിന് ഒരു ലെയറേ ഉള്ളൂ, ആ ലെയറിന്റെ പേര് എന്തുവാ, അത് സെൽ മെംബ്രെയിൻ എന്നാണ്. പക്ഷേ പ്ലാന്റ് സെല്ല് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, പ്ലാന്റ് സെല്ലിന് ഈ ലെയർ കൂടാണ്ട് പുറമേ വീണ്ടും ഒരു ഡാർക്ക് ഗ്രീൻ കളറിലുള്ള ഒരു ലെയറും കൂടെ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതിനെ പറയുന്ന പേരാണ് സെൽ വോൾ എന്ന് പറയും. ഈ സെൽ വോൾ ആർക്കില്ല, നമ്മുടെ അനിമൽ സെല്ലിന് എന്തായാലും സെൽ വോൾ ഇല്ല. അപ്പൊ പറഞ്ഞു വരുമ്പം പ്ലാന്റ് സെല്ലിന്റെ ഔട്ടർ മോസ്റ്റ് ലെയർ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽ വോളും, അനിമലിന്റെ ഔട്ടർ മോസ്റ്റ് ലെയർ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ ആയിരിക്കും. പക്ഷേ ഈ സെൽ മെംബ്രെയിൻ പ്ലാസ്മ മെംബ്രെയിൻ ആർക്കും ഉണ്ട്, നമ്മുടെ പ്ലാന്റ് സെല്ലിനും ഉണ്ട്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ ഇതാണ് രണ്ട് ലെയറുകൾ, അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇനി പ്ലാന്റിന്റെ സെൽ വോൾ എന്ത് കോമ്പൗണ്ട് വെച്ചിട്ടാണ് ഫോം ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെല്ലുലോസ്. ഓക്കെ, സെല്ലുലോസ് വെച്ചിട്ടാണ് ഫോം ചെയ്തേക്കുന്നത്. പ്ലാന്റിന്റെ സെൽ വോൾ എന്ത് കോമ്പൗണ്ട് വെച്ചിട്ടാണ് ഫോം ചെയ്തേക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെല്ലുലോസ് വെച്ചിട്ടാണ്. അതേപോലെ തന്നെ സെൽ മെംബ്രെയിൻ എന്ത് കോമ്പൗണ്ട് വെച്ചിട്ടാണ് ഫോം ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോസ്ഫോലിപ്പിഡ്സ് ആണ്. ഓക്കെ, ഫോസ്ഫോലിപ്പിഡ്സ് വെച്ചിട്ടാണ് എന്ത് ചെയ്തേക്കുക, നമ്മുടെ ഒരു സെൽ മെംബ്രെയിൻ ഫോം ചെയ്തേക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഇതാണ് പുറമേ ഉള്ള ലെയറുകൾ. ഓക്കെ, ഇനി അകത്ത് നമുക്ക് നോക്കാം. അകത്ത് കുറച്ച് സെൽ ഓർഗനലുകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതിൻ്റെയും ഈ ഒരു സെല്ലിൻ്റെയും ഒത്ത നടുക്ക് നിങ്ങൾക്ക് ഒരു സ്ട്രക്ചർ കാണാൻ പറ്റും. ഇതിൻ്റെയും ഒത്ത നടുക്ക് ഒരു സ്ട്രക്ചർ കാണാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടുപേരുടെയും ഏകദേശം ഒത്ത നടുക്ക് ഒരു സ്ട്രക്ചർ കാണാൻ പറ്റും. ഈ സെല്ലിലെ തന്നെ ഏറ്റവും വലിപ്പമുള്ള സ്ട്രക്ചർ ആണ് അത്. അതിനെ നമ്മൾ എന്തെന്ന് പറയും, ന്യൂക്ലിയസ് എന്ന് പറയും. ക്ലിയർ ആണല്ലോ, ന്യൂക്ലിയസ്. ഇനി ഇതിൽ നോക്കിയേ, ഡോട്ട് അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പിന് സ്ട്രക്ചേഴ്സ് കാണാൻ പറ്റും. ഇത് അടുത്ത ഒരു സ്ട്രക്ചർ ആണ്. ഇതിനെ പറയുന്ന പേരാണ് റൈബോസോം. ഇങ്ങനെ സെല്ലിന്റെ അകത്തുള്ള ഓരോ സ്ട്രക്ചേഴ്സിനെയും നമ്മൾ പൊതുവെ പറയുന്ന പേരാണ് ഓർഗനൽ. അപ്പൊ കുറച്ചധികം ഓർഗനൽസ് പ്ലാന്റിലും അനിമൽ സെല്ലിലും നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പം ന്യൂക്ലിയസ് ഒരു ഓർഗനലാണ്, റൈബോസോം ഒരു ഓർഗനലാണ്. അപ്പൊ ഇതിന്റെ ഉള്ളിലുള്ള ഓരോ സ്ട്രക്ചേഴ്സിനെ നമുക്ക് കോമൺ ആയിട്ട് അല്ലെങ്കിൽ ജനറൽ ആയിട്ട് എന്ത് പേരിട്ട് വിളിക്കാം, ഓർഗനൽ എന്ന് വിളിക്കാം. ഓക്കെ, അടുത്ത ഒരു ഓർഗനൽ നിങ്ങൾക്ക് കാണാം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ദാ ഇവിടെ ഈ ഒരു സ്ട്രക്ചർ കാണാം. അതേപോലെ തന്നെ എന്താണ്, ഇവിടെയും എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്. ദാ ഈ കാണുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണ്. ഓക്കെ, അത് റഫ് എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ER എന്ന് പറയുന്ന എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണ്. അത് എന്താണെന്ന് ഞാൻ പറയാം, റഫ് എന്താണെന്നൊക്കെ പറയാം. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ന്യൂക്ലിയസിന്റെ അകത്ത് തന്നെ ഒരു റൗണ്ട് ഒരു സോളിഡ് സ്ട്രക്ചർ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അതാണ് ന്യൂക്ലിയോലസ്. അത് ഇതാ ഇവിടെയും ഉണ്ട്. ഓക്കെ, ഇവിടെയും ഒരു ന്യൂക്ലിയോലസ് ഉണ്ട്. ഓക്കെ, ഇനി എന്താണ് വാക്യൂൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്പേസ്. ഓക്കെ, ജസ്റ്റ് സ്റ്റോറേജിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ആണ് എന്തെന്ന് പറയുന്നത് വാക്യൂള്. അനിമൽ സെല്ലിലും ഉണ്ട്, എന്നാൽ കമ്പാരിറ്റീവ്ലി പ്ലാന്റ് സെല്ലിലായിരിക്കും വാക്യൂൾസ് കൂടുതൽ. അതുകൊണ്ടാണ് പ്ലാന്റ് സെല്ലിൽ മാത്രം ജസ്റ്റ് ഇവിടെ കാണിച്ചേക്കുവാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? പിന്നെ നമുക്ക് സ്ട്രക്ചേഴ്സ് കാണാൻ പറ്റും. ഗോൾഗി അപ്പാറ്റസ്, ദാ ഈ ഒരു സ്ട്രക്ചർ ഗോൾഗി അപ്പാറ്റസ്, അത് ഇവിടെ ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ മൈറ്റോകോൺഡ്രിയോന്റെ സ്ട്രക്ചർ ഇവിടെ കാണാം, അത് ഇതിന്റെ അകത്തും ഉണ്ട്. ഓക്കെ, മൈറ്റോകോൺഡ്രിയ ദാ ഇവിടെ ഉണ്ട്, മൈറ്റോകോൺഡ്രിയ ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് കാണാം, ക്ലോറോപ്ലാസ്റ്റ് പ്ലാന്റ് സെല്ലിൽ മാത്രമേ ഉള്ളൂ. അത് ആ പടത്തിൽ കാണിച്ചിട്ടുണ്ട്, അത് ഇവിടെ ഇല്ല. ഓക്കെ, ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്ന സ്ട്രക്ചർ പ്ലാന്റ് സെല്ലിൽ മാത്രമേ ഉള്ളൂ.
ഓക്കെ, പിന്നെ എന്തെങ്കിലും വിട്ടുപോയോ? ഇല്ലല്ലോ. ഓക്കെ, ഇവിടെ സൈറ്റോപ്ലാസം ഫ്ലൂയിഡ്. ഓക്കെ, അപ്പൊ ഞാൻ ഈ പറഞ്ഞതെല്ലാം സെൽ ഓർഗനുകളുടെ പേരാണ്. ഇനി ലെയറുകൾ നമ്മൾ പറഞ്ഞു, സെൽ മെംബ്രെയിനും സെൽ വോളും, അത് പുറമേ ഉള്ള ലെയറുകളാണ്. അത് കൂടാണ്ട് ഞാൻ പറഞ്ഞതെല്ലാം എന്താണ്, അതിൽ അകത്ത് കാണപ്പെടുന്ന ഓരോ സെൽ ഓർഗനൽസിന്റെ പേരാണ് പറഞ്ഞത്. ഓക്കെ, ഇപ്പൊ ലാസ്റ്റ് ഞാൻ പറഞ്ഞ ഈ പേരുണ്ടല്ലോ സൈറ്റോപ്ലാസം, ഇത് സെല്ലിന്റെ ഉള്ളിലുള്ള ഫ്ലൂയിഡിന്റെ പേരാണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഈ ന്യൂക്ലിയസ് നിങ്ങൾക്ക് കാണാമല്ലോ, ഈ ന്യൂക്ലിയസിന്റെ അകത്ത് ഫ്ലൂയിഡ് ഉണ്ട്. ഓക്കെ, ന്യൂക്ലിയസിന്റെ അകത്തുള്ള ഫ്ലൂയിഡിനെ നമ്മൾ പറയുന്നത് ന്യൂക്ലിയോപ്ലാസം എന്ന് പറയും. ഓക്കെ, ഇനി ഈ ന്യൂക്ലിയസിന്റെയും ഈ സെൽ മെംബ്രെയിന്റെയും ഇടയിൽ നിങ്ങൾക്ക് ഫ്ലൂയിഡ് കാണാൻ പറ്റും. ഓക്കെ, ആ ഫ്ലൂയിഡിലാണ് ഈ പറയുന്ന ഓർഗനൽസ് എല്ലാം കിടക്കുന്നത്. ഓക്കെ, ഈ ഫ്ലൂയിഡിനെ പറയുന്ന പേരാണ് സൈറ്റോപ്ലാസം എന്ന് പറയാം. ഓക്കെ, അപ്പം ന്യൂക്ലിയസിന്റെ അകത്തുള്ള ഫ്ലൂയിഡിനെ നമ്മൾ എന്തെന്ന് പറയും? ന്യൂക്ലിയോപ്ലാസം എന്ന് പറയും. ന്യൂക്ലിയസിനും സെൽ മെംബ്രെയിന്റെ ഇടയിലുള്ള ഫ്ലൂയിഡിനെ നമ്മൾ എന്തെന്ന് പറയും? സൈറ്റോപ്ലാസം എന്ന് പറയും. ഇനി രണ്ടിനെയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒറ്റ പേര് വിളിക്കാം, പ്രോട്ടോപ്ലാസം. ഓക്കെ, എന്ന് പറഞ്ഞാൽ അപ്പൊ ഈ സെല്ലിന്റെ ഉള്ളിൽ മൊത്തം ഫ്ലൂയിഡ് നമുക്ക് കിട്ടുമല്ലോ. ന്യൂക്ലിയസിന്റെ അകത്ത് ഫ്ലൂയിഡ്, പുറത്ത് ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ മൊത്തം ഫ്ലൂയിഡ്, ഹോൾ ഫ്ലൂയിഡ്. ഓക്കെ, അപ്പൊ ന്യൂക്ലിയോപ്ലാസം പ്ലസ് സൈറ്റോപ്ലാസം എന്ന് പറയുന്നത് എന്താണ്? പ്രോട്ടോപ്ലാസം. പ്രോട്ടോപ്ലാസം. ഓക്കെ, സെല്ലിന്റെ ഉള്ളിലെ മൊത്തം ഫ്ലൂയിഡ് ആണ് എന്തെന്ന് പറയുന്നത്? പ്രോട്ടോപ്ലാസം. ഓക്കെ, ഇനി ഈ ഫ്ലൂയിഡിനെ പറ്റിയും ഈ ഞാൻ പറഞ്ഞ ഓരോ സെൽ ഓർഗനലുകളും പറഞ്ഞല്ലോ, ജസ്റ്റ് പേര് മാത്രമാണ് പറഞ്ഞത്. അവരെ പറ്റി കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ ഇത്രയും? ഓക്കെ, നോക്കിയേ, ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് പ്രോട്ടോപ്ലാസം. സെല്ലിന്റെ ഉള്ളിലെ ഫുൾ മൊത്തം ഹോൾ ഫ്ലൂയിഡിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഓക്കെ, ഹോൾ ഫ്ലൂയിഡ്. ഇവിടെ ഉണ്ട്. ഓക്കെ, ഹോൾ ഫ്ലൂയിഡ് പ്രസന്റ് ഇൻ ദ സെൽ. സെല്ലിന്റെ ഉള്ളിലെ മൊത്തം ഫ്ലൂയിഡ്, ഹോൾ ഫ്ലൂയിഡിനെ നമ്മൾ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു സെല്ലിലെ പ്രോട്ടോപ്ലാസം ഇല്ലെങ്കിൽ ആ സെല്ലിനെ നമ്മൾ ഡെഡ് എന്ന് പറയും, ജീവൻ ഇല്ല എന്ന് പറയും. ഓക്കെ, അപ്പൊ ഒരു സെല്ലിനെ ജീവനുള്ള പോലെ ആക്കി വെക്കുന്നത് അതിൽ എന്തുകൊണ്ടാണ്? പ്രോട്ടോപ്ലാസം ഉള്ളതുകൊണ്ടല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രോട്ടോപ്ലാസത്തിനെ ലിവിങ് ഫ്ലൂയിഡ് എന്ന് വിളിക്കാം. പിന്നെ ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് എന്താണ്? സൈറ്റോപ്ലാസം പ്ലസ് ന്യൂക്ലിയോപ്ലാസം ആണ് എന്ത്? പ്രോട്ടോപ്ലാസം എന്ന് പറയും. ഓക്കെ, ഇനി നമ്മുടെ ഈ ഒരു പ്രോട്ടോപ്ലാസം ഇതിന്റെ ടേം കോയിൻ ചെയ്തത്, പേര് കൊടുത്തത് ആര്? ഓക്കെ, അപ്പൊ പേര് കൊടുത്തത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെർക്കിൻജി ആണ്, വർഷം 1839. ഓക്കെ, അപ്പൊ പ്രോട്ടോപ്ലാസം എന്താന്ന് ഓർത്തിരിക്കുക. മൊത്തം ഫ്ലൂയിഡ്, ഒരു സെല്ലിന്റെ ഉള്ളിലുള്ള മൊത്തം ഫ്ലൂയിഡിനെയാണ് നമ്മൾ പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത്, ഹോൾ ഫ്ലൂയിഡ്. ഇനി ഒരു സെല്ലിനെ ജീവനുള്ള പോലെ ആക്കി വെക്കുന്നത് അതിൽ എന്തുകൊണ്ടാണ്? പ്രോട്ടോപ്ലാസം ഉണ്ടോണ്ടാണ്. അതുകൊണ്ടാണ് അതിനെ ലിവിങ് ഫ്ലൂയിഡ് എന്ന് അറിയപ്പെടുന്നത്. ഇനി പ്രോട്ടോപ്ലാസം എന്ന് പറയുന്ന ആരൊക്കെ ചേരുന്നതാ? സൈറ്റോപ്ലാസം ന്യൂക്ലിയോപ്ലാസം കൂടെ ചേരുന്നതാണ് എന്ത്? പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? പ്രോട്ടോപ്ലാസത്തിന് പേര് കൊടുക്കുന്നത്, ടേം കോയിൻ ചെയ്തത് ആരാണ്? പെർക്കിൻജി ആണ്, വർഷം 1839 എന്ത് ചെയ്തത്? ഈ ഒരു ടേം കോയിൻ ചെയ്തത്, പേര് കൊടുത്തത്. ക്ലിയർ ആണല്ലോ പ്രോട്ടോപ്ലാസത്തെ പറ്റി? അതേപോലെ തന്നെ സൈറ്റോപ്ലാസം. ഓക്കെ, സൈറ്റോപ്ലാസം ഓൾറെഡി നമ്മൾ ആ പടത്തിൽ കണ്ടായിരുന്നു. മൊത്തം ഫ്ലൂയിഡ് അല്ല, പക്ഷെ ന്യൂക്ലിയസിന്റെയും ഈ ന്യൂക്ലിയസിന്റെ ഇവിടെ ഇപ്പൊ സെൽ മെംബ്രെയിൻ ഉണ്ടെങ്കിൽ ഈ സെൽ മെംബ്രെയിന്റെ ന്യൂക്ലിയസിന്റെ ഇടയിലുള്ള ഇവിടുത്തെ ഫ്ലൂയിഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? സൈറ്റോപ്ലാസം എന്ന് പറയും. ഓക്കെ, ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് പ്രസന്റ് ബിറ്റ്വീൻ സെൽ മെംബ്രെയിൻ ആൻഡ് ന്യൂക്ലിയസ്, അല്ലെങ്കിൽ ജെല്ലി ലൈക്ക് ഫ്ലൂയിഡ്, കുറച്ചുകൂടെ ജെല്ലി പോലെ കുറച്ചുകൂടെ കട്ടിയുള്ള ഫ്ലൂയിഡ് ആണ് എവിടെ, അല്ലെങ്കിൽ സബ്സ്റ്റൻസ് ആണ് എവിടെ കാണുന്നത്? ഈ ഒരു ന്യൂക്ലിയസിനും സെൽ മെംബ്രെയിനും ഇടയിലായിട്ട് കാണപ്പെടുന്നത്. ഓക്കെ, ഇനി ഇതിലെ 80% എന്ത് തന്നെയാണ്? വെള്ളം തന്നെയാണ്. നമ്മൾ കഴിക്കുന്ന ഫുഡ് തന്നെയല്ലേ നമ്മുടെ സെല്ലിലും ഉണ്ടാവുക. നമ്മൾ വെള്ളം കുടിക്കുന്നുണ്ട്, കാർബ്, പ്രോട്ടീൻ, ഫാറ്റ്, ഇങ്ങനത്തെ കോമ്പൗണ്ട്സ് എല്ലാം നമ്മൾ ഫുഡാക്കി. ഓക്കെ, അപ്പം ഇത് തന്നെയാണ്. ഓക്കെ, സോറി, മൈക്ക്. ഓക്കെ ഓക്കെ, അപ്പൊ നോക്കിയേ, സൈറ്റോപ്ലാസത്തിൽ 80%, ഓക്കെ, 80% എന്ത് തന്നെയാണ്? വാട്ടർ തന്നെയാണ്. ഓക്കെ, അതേപോലെ തന്നെ ബാക്കി ഒരു 20% എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള ഫുഡ് വരും. ആരൊക്കെ? പ്രോട്ടീന്, കാർബ്, ഫാറ്റ്, പിന്നെ എന്താണ് സോൾട്ട് എന്ന് വെച്ചാൽ വിറ്റാമിൻസ്, മിനറൽസ് എല്ലാം വരും.
ഓക്കെ, അപ്പം ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ ഒരു സൈറ്റോപ്ലാസത്തിൽ ഉള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 80% എന്ത് തന്നെയാണ്? വെള്ളം തന്നെയാണ്, ഫ്ലൂയിഡ് തന്നെ അല്ലേ? ഓക്കെ, ജെല്ലി പോലെയാണെങ്കിലും അതിൽ എന്താണ് 80% എന്ത് തന്നെയാണ്? വാട്ടർ തന്നെയാണ്. ഓക്കെ, ഇനി നമ്മൾ ഓരോ സെൽ ഓർഗനൽസും അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് നോക്കാനായിട്ട് പോവുകയാണ്. സെൽ വോൾ എന്താണ്, സെൽ മെംബ്രെയിൻ എന്താണ്, അതുപോലെ തന്നെ അതിൻ്റെ അകത്തുള്ള ഫ്ലൂയിഡ്, മൊത്തം ഫ്ലൂയിഡ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ സൈറ്റോപ്ലാസം എന്താണെന്ന് പറഞ്ഞു. അടുത്ത കുറച്ച് സെൽ ഓർഗനൽസിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ ഓക്കെ, ഒന്ന് ന്യൂക്ലിയസ്. ഓക്കെ, ഒരു സെല്ലിന്റെ ഉള്ളിലെ ഏറ്റവും വലിയ സെൽ ഓർഗനലാണ് ഏതെന്ന് പറയുന്നത്? ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ന്യൂക്ലിയസ് കണ്ടെത്തിയത് റോബർട്ട് ബ്രൗൺ ആണ് 1831-ലാണ്. ഓക്കെ, സെല്ല് കണ്ടുപിടിച്ചത് ആരാ? റോബർട്ട് ഹുക്ക്. ഓക്കെ, ന്യൂക്ലിയസ് കണ്ടെത്തിയത് ആരാണ്? റോബർട്ട് ബ്രൗൺ ആണ് 1831-ലാണ് ന്യൂക്ലിയസ് കണ്ടെത്തിയത്. ഓക്കെ, അപ്പം ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള സെൽ ഓർഗൻ, ഏറ്റവും വലിപ്പമുള്ള സെൽ ഓർഗൻ നമ്മൾ ആദ്യം പടം കണ്ടപ്പോഴേ കണ്ടു. അതിനെക്കാട്ടിയും വലിപ്പമുള്ള ആരും അതിലില്ല. അപ്പൊ ഏറ്റവും വലിയ സെൽ ഓർഗൻ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ന്യൂക്ലിയസ് ആണ്. ഓക്കെ, അതേപോലെ തന്നെ ഇതിന്റെ ജോലി, നമ്മുടെ ഈ ഒരു ന്യൂക്ലിയസിന്റെ ജോലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ന്യൂക്ലിയസിന് ചുറ്റും ഇപ്പൊ ഒരു സെല്ല് നമ്മൾ വരയ്ക്കുവാണെങ്കിൽ ഇവിടെയാണല്ലോ ന്യൂക്ലിയസ്, ഇതിന് ചുറ്റും നടക്കുന്ന എല്ലാ ആക്ടിവിറ്റീസും കൺട്രോൾ ചെയ്ത് റെഗുലേറ്റ് ചെയ്യുന്നത് ആരാണ്? ഈ സെന്ററിൽ ഇരുന്ന് ന്യൂക്ലിയസ് ആണ്. ഓക്കെ, അതാണ് കൺട്രോൾസ് ഓർ റെഗുലേറ്റ്സ് ഓർ ഫങ്ഷണൽ ആക്ടിവിറ്റീസ്. അതുകൊണ്ട് തന്നെ ഇതിനെ കൺട്രോൾ റൂം, മാസ്റ്റർ, ബ്രെയിൻ മാനേജർ എന്നൊക്കെ അറിയപ്പെടുന്നു. ഓക്കെ, ചുറ്റുമുള്ള എല്ലാ ആക്ടിവിറ്റീസും കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ന്യൂക്ലിയസിന് എന്തെന്ന് പറയാം? മാസ്റ്റർ ആണെന്ന് പറയാം, മാനേജർ ആണ്, ബ്രെയിൻ ആണ്, അതേപോലെ തന്നെ കൺട്രോൾ റൂം എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ നമ്മുടെ പേരൻസിൽ നിന്നും നമുക്ക് പാസ് ഓൺ ചെയ്ത് കിട്ടുന്നത് നമ്മുടെ ജെനറ്റിക് മെറ്റീരിയൽ ഉണ്ടല്ലോ, നമ്മുടെ DNA ഇരിക്കുന്ന സ്ഥലം എവിടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ന്യൂക്ലിയസിന്റെ അകത്താണ്. ഓക്കെ, ന്യൂക്ലിയസിന്റെ ഒരു സ്ട്രക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ക്രൊമാറ്റിൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ DNA ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ DNA ആണ് ഇതാ ഇവിടെയൊക്കെ ഉള്ളത്. അപ്പം നമ്മുടെ പേരൻസിൽ നിന്ന് പാസ് ഓൺ ചെയ്ത് കിട്ടുന്ന, ഹെറിഡിറ്റി ആയിട്ട് കിട്ടുന്ന DNA ഇരിക്കുന്ന സ്ഥലം എവിടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സെല്ലിൽ എവിടെയാണ്? ഈ ന്യൂക്ലിയസിലാണ്. ഓക്കെ, അതുകൊണ്ട് എന്തെന്നും അറിയപ്പെടുന്നു? സെന്റർ ഓഫ് ഹെറിഡിറ്റി. ഓക്കെ, സെന്റർ ഓഫ് ഹെറിഡിറ്റി എന്ന് അറിയപ്പെടുന്നു ആരെ? ന്യൂക്ലിയസിനെ. എന്നുവെച്ചാൽ ഹെറിഡിറ്റി ഇരിക്കുന്ന സെന്റർ, DNA ഇരിക്കുന്ന സെന്റർ, അതാണ് എന്ത്? നമ്മുടെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ആര്? വർഷം റോബർട്ട് ബ്രൗൺ ആണ്, 1831-ലാണ്. ലാർജസ്റ്റ് സെൽ ഓർഗനിലാണ്. അതുപോലെ തന്നെ എല്ലാം ഇരുന്ന് കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ന്യൂക്ലിയസ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഏറ്റവും വലിയ സെൽ ഓർഗനിലാണ് ആര്? ന്യൂക്ലിയസ്. അപ്പൊ പിന്നെ ഇനി അറിയണം ആരാണ് ഏറ്റവും ചെറിയ സെൽ ഓർഗൻ. ഓക്കെ, ഏറ്റവും ചെറിയ സെൽ ഓർഗനിലാണ് നമ്മുടെ റൈബോസോം. ഓക്കെ, ഇപ്പൊ നമ്മളൊരു സെല്ലിൽ, അത് നിങ്ങൾ ആ പടത്തിൽ കണ്ടിട്ടുണ്ടാവും, ഇങ്ങനെ ഒരു ഡോട്ട് പോലെ അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു വട്ടത്തിൽ റൗണ്ടിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ആരെ? റൈബോസോമിൽ. ഓക്കെ, ഏറ്റവും സ്മോളസ്റ്റ് സെൽ ഓർഗൻ, ഏറ്റവും വലിപ്പം കുറഞ്ഞ സെൽ ഓർഗൻ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ റൈബോസോം ആണ്. റൈബോസോമിന്റെ ജോലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സെല്ലിന്റെ ഉള്ളിൽ പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുക. സെല്ലിന് പ്രോട്ടീൻ്റെ ആവശ്യം ഉണ്ടാവും, അപ്പം പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇതിനെ പ്രോട്ടീൻ ഫാക്ടറി ഓഫ് ദ സെൽ എന്നും അറിയപ്പെടുന്നു. ആരെ? റൈബോസോമിനെ. ഓക്കെ, റൈബോസോം കണ്ടുപിടിച്ചത് ജോർജ് എമിൽ പാർഡേ എന്ന് പറയുന്ന ആളാണ്, വർഷം 1955. ഓക്കെ, 1955 ജോർജ് എമിൽ പാർഡേ എന്ന് പറയുന്ന ആളാണ് എന്ത് കണ്ടെത്തുന്നത്? റൈബോസോം കണ്ടെത്തുന്നത്. ഓക്കെ, ഇതേ വർഷം തന്നെ അടുത്ത ഒരു സെൽ ഓർഗനും കൂടെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു, ലൈസോസോം. ഓക്കെ, ലൈസോസോം. റൈബോസോമിനെ പറ്റി രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഏറ്റവും ചെറുതാണ്, അതുപോലെ തന്നെ പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുകയാണ് അതിന്റെ ഫങ്ഷൻ എന്ന് പറയും. ഈ റൈബോസോം കണ്ടെത്തിയ അതേ വർഷം 1955 തന്നെ അടുത്ത ഒരു സെൽ ഓർഗൻ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു, അതാണ് ഏത്? ലൈസോസോം. ഓക്കെ, പക്ഷെ കണ്ടെത്തിയ ആള് വേറെയാണ്, ക്രിസ്ത്യൻ ഡി ഡ്യൂവേ എന്ന് പറയുന്ന ആളാണ്. ക്രിസ്ത്യൻ ഡി ഡ്യൂവേ എന്ന് പറയുന്ന ആളാണ് നമ്മുടെ ലൈസോസോം കണ്ടെത്തിയത്. ഓക്കെ, ഇതും ഒരു റൗണ്ട് സാക്ക് പോലത്തെയൊക്കെ സ്ട്രക്ചറാണ് ആർക്ക്? നമ്മുടെ ലൈസോസോമിന്. പിന്നെ ന്യൂക്ലിയസിന് മാത്രമേ കൃത്യമായിട്ടുള്ളൊരു പൊസിഷൻ ഉള്ളൂ. ന്യൂക്ലിയസ് എപ്പോഴും ഒത്ത നടുക്കാണ്. ബാക്കിയുള്ള സെൽ ഓർഗൻസിനൊന്നും അങ്ങനെ കൃത്യമായിട്ട് പൊസിഷൻ ഒന്നുമില്ല. ന്യൂക്ലിയസിന് ചുറ്റും എവിടെയെങ്കിലൊക്കെ ആയിട്ട് ഇവരെയൊക്കെ കാണപ്പെടും. ഓക്കെ, ഇനി ഈ ലൈസോസോം എന്ന് പറയുന്നത് ഒരു സാക്ക് പോലെയാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞല്ലോ, ഒരു സാക്ക് പോലെ ഇങ്ങനെ ഇരിക്കും.
ഓക്കെ, ഇതിൽ നല്ല പവർഫുൾ ആയിട്ടുള്ള എൻസൈംസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പുറത്തുനിന്ന് എന്തെങ്കിലും ജേംസോ ബാക്ടീരിയാസോ വല്ലതും കയറി എന്ന് വിചാരിക്കുക. ഉടനെ ലൈസോസോം എന്ത് ചെയ്യും? അതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന പവർഫുൾ എൻസൈംസിനെ പുറത്തോട്ട് അങ്ങ് റിലീസ് ചെയ്യും. ഓക്കെ, സോറി, ആ എൻസൈംസ് വന്നിട്ട് എന്ത് ചെയ്യും? ഈ എന്താണോ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി കയറിയ ബാക്ടീരിയോ ജേമോ അതിനെ അപ്പോഴും നശിപ്പിച്ചങ്ങ് കളയും. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ ആറ്റം ബോംബ് ഓഫ് ദ സെൽ എന്ന് പറയാം. പുറത്തുനിന്ന് എന്തെങ്കിലും നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി കയറി കഴിഞ്ഞാൽ അപ്പോഴേ എന്ത് ചെയ്യും? ലൈസോസോം അത് മനസ്സിലാക്കി റിയാക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ സെല്ലിന്റെ ഉള്ളിലെ ആറ്റം ബോംബ് എന്ന് നമുക്ക് വിളിക്കാം. ആരെ? ലൈസോസോമിനെ. ഓക്കെ, അതുപോലെ തന്നെ നല്ല പവർഫുൾ എൻസൈംസിനെ സൂക്ഷിച്ച് വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ ഇതിനെ ഡൈജസ്റ്റീവ് ബാഗ് എന്ന് വിളിക്കാം. അത്യാവശ്യം നല്ല വീര്യം കൂടിയ എൻസൈംസ്, പവർഫുൾ ആയിട്ടുള്ള എൻസൈംസ് ഏതിൻ്റെ അകത്തുണ്ട്? ലൈസോസോമിനുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുവാണല്ലോ. അതുകൊണ്ട് നമുക്ക് ഇതിനെ ഡൈജസ്റ്റീവ് ബാഗ് എന്നും വിളിക്കാം. ഓക്കെ, ഇനി നമ്മുടെ സെല്ലിന് എന്തെങ്കിലും ഇഞ്ചുറിയോ എന്തെങ്കിലും പറ്റിയെന്ന് വിചാരിക്കാം. ഇപ്പം നമ്മുടെ ഒരു കയ്യിൽ എന്തെങ്കിലും മുറിവുണ്ടായി, ഉറപ്പായിട്ടും അവിടുത്തെ കുറച്ച് സെൽസ് നശിച്ചു പോകത്തില്ലേ? ഇനി ഒരു സെല്ല് പകുതി കൂടുതൽ നശിച്ചെന്ന് വിചാരിക്കാം. ചെറിയ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ നമ്മുടെ ബോഡി തന്നെത്താനെ അത് റിപ്പയർ ചെയ്തെടുക്കും. ഇനി റിപ്പയർ ചെയ്യാനും പറ്റാത്ത രീതിയിൽ ഒരു സെല്ല് നശിച്ചെന്ന് വിചാരിക്കാം. അത് പിന്നെ നമ്മുടെ ബോഡിയിൽ ഇരുന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല, അതിനെ നശിപ്പിച്ച് കളയണം. ഓക്കെ, അപ്പൊ ആ ഒരു പാതിയിൽ കൂടുതൽ നശിച്ച ഒരു സെല്ലാണ് ഇതെന്ന് വിചാരിക്കാം. ഇതിലെ ലൈസോസോം ഇത് മനസ്സിലാക്കും. ഇനി ഞാൻ ഈ സെല്ലിൽ ഇരുന്നിട്ട് കാര്യമില്ല, ഇതിനെ എങ്ങനെയെങ്കിലും നശിപ്പിച്ച് കളയണം. അപ്പൊ ലൈസോസോം എന്ത് ചെയ്യും? ലൈസോസോം ഈ പറയുന്ന പോലെ എൻസൈംസിനെ പുറത്തോട്ട് റിലീസ് ചെയ്യും. എന്നിട്ട് അതിന്റെ സ്വന്തം സെല്ലിനെ നശിപ്പിക്കും. അതും കൂടെ എന്ത് ചെയ്യും? ആത്മഹത്യ ചെയ്യുന്നെന്ന് പറയാം. അതിനെ തന്നെ സ്വയം ഇല്ലാണ്ടാക്കാൻ പറ്റുന്ന കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് ഇതിനെ സൂയിസൈഡൽ ബാഗ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അതിന് സ്വയം നശിക്കാനും അതിന് ചുറ്റുമുള്ളവരെ അതിരിക്കുന്ന അതിന്റെ സ്വന്തം സെല്ലിനെ നശിപ്പിക്കാൻ പറ്റും. ആർക്ക്? ലൈസോസോം. അതുകൊണ്ടാണ് ഇതിന് സ്വയം നശിക്കാൻ പറ്റുന്നതുകൊണ്ടാണ് ഇതിനെ എന്തെന്നറിയപ്പെടുന്നത്? സൂയിസൈഡൽ ബാഗ് എന്നറിയപ്പെടുന്നത്. മെയിൻലി നമ്മുടെ ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആരുള്ളത്? നമ്മുടെ ലൈസോസോംസ് ഉള്ളത്. ഓക്കെ, അപ്പൊ സെയിം വർഷമാണ് 1955 തന്നെയാണ് രണ്ടുപേരും. ആര്? റൈബോസോമും ലൈസോസോം. ജോർജ് ആണ് റൈബോസോം കണ്ടുപിടിക്കുന്നത്. ക്രിസ്ത്യൻ ആണ് എന്ത് കണ്ടുപിടിക്കുന്നത്? ലൈസോസോം കണ്ടെത്തുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്ത സെൽ ഓർഗനല്. ഓക്കെ, അടുത്ത ഇമ്പോർട്ടന്റ് ഒരു സെൽ ഓർഗനലാണ് മൈറ്റോകോൺട്രിയ. ഓക്കെ, മൈറ്റോകോൺട്രിയ കണ്ടെത്തിയത് ആൽബർട്ട് വോൺ കൊള്ളിക്കർ എന്ന് പറയുന്ന ആളാണ്. വർഷം 1857. ഓക്കെ, 1857 ആൽബർട്ട് വോൺ കൊള്ളിക്കർ എന്ന് പറയുന്ന ആളാണ് എന്ത് കണ്ടുപിടിക്കുന്നത്? മൈറ്റോകോൺട്രിയ കണ്ടെത്തുന്നത്. മൈറ്റോകോൺട്രിയയുടെ ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇത് ഡബിൾ ലെയർ ആണ്. എന്ന് പറഞ്ഞാൽ അതിന് ഒരു ഇന്നർ മെംബ്രെയിൻ ഉണ്ട്, ഔട്ടർ മെംബ്രെയിൻ ഉണ്ട്. ഓക്കെ, 2 ലെയർ ഉണ്ട്. ഡബിൾ ലെയേർഡ് ആയിട്ടുള്ള ഒരു സെൽ ഓർഗനിലാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത്. ഇനി ഈ മൈറ്റോകോൺട്രിയന്റെ അകത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഫോൾഡുകൾ, മടക്കുകൾ കാണാൻ പറ്റും. ആ മടക്കുകളെ പറയുന്ന പേരാണ് ക്രിസ്റ്റേ. ക്രിസ്റ്റേ എന്ന് പറയും. ഓക്കെ, ക്രിസ്റ്റേ. ആ മൈറ്റോകോൺട്രിയന്റെ അകത്തുള്ള മടക്കുകളെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ക്രിസ്റ്റേ. ഇനി ഇതിന്റെ അകത്തുള്ള സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ അകത്ത് ഈ ഒരു നീല കളറിൽ കൊടുത്തേക്കുന്ന അതിന്റെ അകത്തുള്ള സ്പേസ് ആണ്. ആ സ്പേസിൽ ഫ്ലൂയിഡ് ആണ്. ആ ഫ്ലൂയിഡ് നിറഞ്ഞിരിക്കുന്ന ആ സ്പേസിനെ നമുക്ക് പറയാം മെട്രിക്സ് എന്ന് പറയാം. മെട്രിക്സ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? പിന്നെ ഇതിൻ്റെ അകത്ത് ഇതിൽ പച്ച കളറിലാണ് കൊടുത്തേക്കുന്നത്. ഡോട്ട് പോലത്തെ സ്ട്രക്ചേഴ്സ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതിനെ നമ്മൾ പറയുന്നത് റൈബോസോം. ഓൾറെഡി റൈബോസോം നമ്മൾ പഠിച്ചതാണ്. ആ റൈബോസോം മൈറ്റോകോൺട്രിയയുടെ അകത്തും ഉണ്ട് എന്ന് ഓർത്തിരിക്കുക. പിന്നെ നമുക്ക് DNA കാണാം. ക്ലിയർ ആണല്ലോ? സത്യത്തിൽ DNA ഇരിക്കേണ്ട സ്ഥലം എവിടെയാ? ന്യൂക്ലിയസിലല്ലേ? പക്ഷെ മൈറ്റോകോൺട്രിയന്റെ അകത്ത് സ്വന്തമായിട്ട് മൈറ്റോകോൺട്രിയക്ക് DNA ഉണ്ട്. ഓക്കെ, ഇനി റൈബോസോം ഒരു ഓർഗനൽ അല്ലേ? പക്ഷേ ആ ഓർഗനൽ മൈറ്റോകോൺട്രിയയുടെ അകത്തും ഉണ്ട്. എന്ന് വെച്ചാൽ മൈറ്റോകോൺട്രിയ വെറും ഒരു ഓർഗനല്ല, അതിന് സ്വന്തമായിട്ട് വേറൊരു ഓർഗനലും കൂടെ ഉണ്ട്. ആരാ? റൈബോസോം. നമുക്ക് കുറച്ച് വിയേർഡ് ആയിട്ട്, കുറച്ച് സ്ട്രെയിഞ്ച് ആയിട്ട് നമുക്കിത് തോന്നും. ബാക്കിയുള്ളവരിൽ നിന്ന് ഒരു സ്ട്രെയിഞ്ച് ആയിട്ട് നമുക്കിത് ഫീൽ ചെയ്യും. മൈറ്റോകോൺട്രിയ വെറും ഒരു ഓർഗനല്ല, അതിൻ്റെ അകത്ത് വേറൊരു ഓർഗനിൽ ഇരിക്കുന്നു. അത് പോരാഞ്ഞിട്ട് DNA കൂടെ ഇരിക്കുക. DNA ഇരിക്കേണ്ട സ്ഥലം ന്യൂക്ലിയസ് ആയി. ഇവിടെയും DNA ഇരിപ്പുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം ഇതൊരു വിയേർഡ് ഓർഗനലാണ്.
ദേ കണ്ടൈൻ റൈബോസോം ആൻഡ് DNA. അതുകൊണ്ട് തന്നെ നമുക്ക് വിചിത്രമായിട്ട് തോന്നും, വിയേർഡ് ഓർഗൻ എന്ന് വിളിക്കാം. ഓക്കെ, ഇതിന് സ്വന്തമായിട്ട് DNA ഉണ്ടോണ്ട് തന്നെ ഈ മൈറ്റോകോൺട്രിയക്ക് സ്വന്തമായിട്ട് മൈറ്റോകോൺട്രിയനെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സാധാരണ എന്തുവാ, ഒരു സെല്ലിനകത്ത് ന്യൂക്ലിയസിനകത്താണ് DNA, ഇതാണ് സ്പ്ലിറ്റ് ചെയ്ത് 2 സെല്ലായി മാറുന്നത്. ഓക്കെ, അങ്ങനെയാണല്ലോ. പക്ഷെ മൈറ്റോകോൺട്രിയക്ക് സ്വന്തമായിട്ട് DNA ഉണ്ടോ, മൈറ്റോകോൺട്രിയ ഇരുന്ന് മൈറ്റോകോൺട്രിയനെ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അതുകൊണ്ട് നമുക്ക് പറയാം ഇതൊരു സെൽഫ് റിപ്ലിക്കേറ്റിംഗ് ഓർഗൻ അല്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി എയറോബിക് റെസ്പിറേഷൻ എന്ന് വെച്ചാൽ ഓക്സിജന്റെ പ്രസൻസിൽ നടക്കുന്ന റെസ്പിറേഷൻ മെയിൻ ആയിട്ട് നടക്കുന്ന സ്ഥലമാണ് എവിടെ, നമ്മുടെ മൈറ്റോകോൺട്രിയ. ഈ സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറയുന്നത് എന്താണ്, എയറോബിക് റെസ്പിറേഷൻ തന്നെയാണ്. ഓക്കെ, സെല്ലുലാർ റെസ്പിറേഷൻ സൈറ്റോ സെല്ലുലാർ റെസ്പിറേഷൻ എഴുതിയിട്ടില്ലേ, സെല്ലുലാർ റെസ്പിറേഷൻ തന്നെയാണ് എയറോബിക് റെസ്പിറേഷൻ. എന്തായാലും എയറോബിക് റെസ്പിറേഷൻ നടക്കുന്ന സ്ഥലം എവിടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈറ്റോകോൺട്രിയ. ഇത് റെസ്പിറേഷൻ നടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ എനർജി ഉണ്ടാവും. ഓക്കെ, എയറോബിക് റെസ്പിറേഷനിൽ നല്ല എനർജി ഉണ്ടാവുന്നുണ്ട്. എനർജി ഉണ്ടാവുന്നതുകൊണ്ടാണ് മൈറ്റോകോൺട്രിയനെ എന്തെന്നറിയപ്പെടുന്നത്, പവർ ഹൗസ് ഓഫ് ദ സെൽ എന്നറിയപ്പെടുന്നത്. ഓക്കെ, സെല്ലിലെ പവർ ഹൗസ് ആണ് ആര്, മൈറ്റോകോൺട്രിയ. കാരണം ഇവിടെ ഹ്യൂജ് എമൗണ്ട് എനർജി ഉണ്ടാവുന്നുണ്ട്. ആരുടെ കാരണം കൊണ്ടിട്ട്, എയറോബിക് റെസ്പിറേഷൻ നടക്കുന്നത് കൊണ്ടിട്ട് ഹ്യൂജ് എമൗണ്ട് എനർജി ഉണ്ടാവുന്നുണ്ട്. ക്ലിയർ ആണല്ലോ. അപ്പൊ ആ ഒരു സ്ട്രക്ചർ, അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് ഓർത്തിരിക്കുക. അതേപോലെ തന്നെ വിയേർഡ് ഓർഗൻ എന്നറിയപ്പെടുന്നത് മൈറ്റോകോൺട്രിയ ആണ്. പിന്നെ എയറോബിക് റെസ്പിറേഷൻ അല്ലെങ്കിൽ സെല്ലുലാർ റെസ്പിറേഷൻ നടക്കുന്ന മെയിൻ സ്ഥലം എവിടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്, നമ്മുടെ മൈറ്റോകോൺട്രിയയിലാണ്. അതുപോലെ തന്നെ നമ്മുടെ മൈറ്റോകോൺട്രിയക്ക് സ്വന്തമായിട്ട് DNA ഉണ്ടോട് തന്നെ അതൊരു സെൽഫ് റിപ്ലിക്കേറ്റിംഗ് ഓർഗനിലാണെന്ന് പറയും. ഓക്കെ, അപ്പൊ റെസ്പിറേഷൻ നടക്കുന്നതുകൊണ്ട് ഹ്യൂജ് എമൗണ്ട് എനർജി ഉണ്ടാവുന്നില്ലേ, അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് എന്ത് പറയാം, സെല്ലിന്റെ പവർ ഹൗസ് ആണെന്നും പറയാം. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇത്രയും കാര്യങ്ങൾ മൈറ്റോകോൺട്രിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓർഗനിലാണ്, എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പൊ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്തത് ഗോൾഗി ബോഡീസ്. ഗോൾഗി ബോഡീസ് നമ്മൾ ആ ഫിഗറിൽ കണ്ടതാണ്. ഗോൾഗി ബോഡി കണ്ടുപിടിച്ചത് ആരാന്ന് ചോദിക്കൂല, കാരണം ഗോൾഗി ബോഡി ഗോൾഗി തന്നെയാണ് കണ്ടെത്തിയത്. ഓക്കെ, കെമലോ ഗോൾഗി, ഫുൾ നെയിം കെമലോ ഗോൾഗി. ഗോൾഗി തന്നെയാണ് ഗോൾഗി ബോഡീസ് അല്ലെങ്കിൽ ഗോൾഗി അപ്പാരറ്റസ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, 1898 എന്ത് കണ്ടുപിടിച്ചത്, ഗോൾഗി ബോഡി കണ്ടെത്തിയത്. ഈ ഗോൾഗി ബോഡിയുടെ ജോലി എന്താ, ഓക്കെ, പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് റൈബോസോം ആണെന്ന് അറിയാം. ഈ പ്രൊഡ്യൂസ് ചെയ്ത പ്രോട്ടീൻ അതേപോലെ തന്നെ സെല്ലിൻ്റെ അകത്ത് ലിപ്പിഡ്സും കാര്യങ്ങളൊക്കെ പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. ഇതെല്ലാം നേരെ എങ്ങോട്ട് വരും, നമ്മുടെ ഗോൾഗി ബോഡിയിലോട്ട് വരും. എന്നിട്ട് ഗോൾഗി ബോഡിയാണ് ഇത് ഫുൾ പാക്ക് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് വെക്കുന്നത്. ഇനി തൊട്ടടുത്ത സെല്ലിന് എന്തെങ്കിലും പ്രോട്ടീൻ്റെയോ ലിപ്പിഡിൻ്റെയോ ആവശ്യം ഉണ്ടെങ്കിൽ അത് കൊടുത്തയക്കുന്നതും ആരാണ്, ഗോൾഗി ബോഡിയാണ്. എത്ര പ്രോട്ടീൻ കൊടുക്കണം കൊടുക്കണ്ട, അല്ലെങ്കിൽ എത്ര ലിപ്പിഡ് കൊടുക്കണം കൊടുക്കണ്ട, ഇതെല്ലാം തീരുമാനിക്കുന്നത് ആരാണ്, ഗോൾഗി ബോഡിയാണ്. അതുകൊണ്ട് തന്നെ ഗോൾഗി ബോഡീനെ ട്രാഫിക് പോലീസ് ഓഫ് ദ സെൽ എന്ന് അറിയപ്പെടുന്നു. ട്രാഫിക് പോലീസ് അല്ലേ ഓരോ ഡയറക്ഷനിലോട്ട് എത്ര വണ്ടി വീതം പോകണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. അതേപോലെ തന്നെ ഒരു സെല്ലിൽ നിന്നും മറ്റൊരു സെല്ലിലോട്ട് അതിൽ നിന്നും എത്ര പ്രോട്ടീൻ ലിപ്പിഡ്സ് ഒക്കെ പോകണം പോണ്ടെന്നൊക്കെ തീരുമാനിക്കുന്ന ആരാണ്, ഗോൾഗി ബോഡി. ആയതുകൊണ്ട് നമുക്ക് ഗോൾഗി ബോഡീനെ ട്രാഫിക് പോലീസ് ഓഫ് ദ സെൽ എന്ന് വിളിക്കാം. ഓക്കെ, അതുപോലെ തന്നെ മെയിൻ ഫംഗ്ഷൻ എന്താണ്, ടു പ്രോസസ് ആൻഡ് പാക്ക് പ്രോട്ടീൻസ് ആൻഡ് ലിപ്പിഡ്സ് ദാറ്റ് ആർ സിന്തസൈസ്ഡ് ഇൻ ദ സെൽ. സെല്ലിന്റെ ഉള്ളിൽ സിന്തസൈസ് ചെയ്യപ്പെടുന്ന പ്രോട്ടീൻസിനെയും ലിപ്പിഡ്സിനെ എന്ത് ചെയ്യാം, പാക്ക് ചെയ്ത് പ്രോസസ് ചെയ്യുകയാണ് ആളുടെ ജോലി എന്ന് പറയുന്നത്, നമ്മുടെ ഗോൾഗി ബോഡീസിന്റെ ഫംഗ്ഷൻ എന്ന് പറയും. ഓക്കെ, അടുത്ത ഒരു സെൽ ഓർഗനിലാണ് ആര്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഓക്കെ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കണ്ടെത്തിയത് കെയ്റ്റ് പോർട്ടർ ആണ് 1945. ഓക്കെ, ക്ലിയർ ആണല്ലോ. കെയ്റ്റ് പോർട്ടർ, വർഷം എന്താണ്, 1945 ആണ്. ഓക്കെ, അപ്പം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഓക്കെ, അപ്പൊ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് കാണിക്കാമേ. സെല്ലിന്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് ഈ സ്ട്രക്ചർ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇതാണ് നമ്മുടെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഇവിടെ വരച്ച എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനെ ഞാൻ കുറച്ചൊന്ന് ഒരു റഫ് പോലെ ആക്കുവാണ്, ഒന്ന് പരുക്കനാക്കുവാണ്. ഓക്കെ, ഇത് നല്ല സ്മൂത്ത്, അത് സ്മൂത്ത് അല്ല. ഓക്കെ, അപ്പം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം 2 ടൈപ്പ് ഉണ്ട്. ഓക്കെ, ഇത് കാണുമ്പോൾ അറിയാം കുറച്ച് പരുക്കൻ പോലെ ഇരിക്കുന്ന, ഇത് സ്മൂത്ത്. 2 ടൈപ്പ് ഉണ്ട്. സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്, റഫ് ഉണ്ട്. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനെയാണ് ഷോർട്ട് ആക്കിയിട്ട് ER എന്ന് നമ്മൾ എഴുതിയേക്കുന്നത്. ഓക്കെ, ഈ ഞാൻ ഒരു ഡോട്ട് ഇട്ട് വെച്ചല്ലോ ഇതിന്റെ മുകളിൽ, ആ ഡോട്ട് ആരാ,
റൈബോസോം. ഓക്കെ, റൈബോസോം. അപ്പം റൈബോസോം അറ്റാച്ച് ചെയ്തിരിക്കുന്ന എൻഡോപ്ലാസം റെറ്റിക്കുലത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? റഫ് എന്ന് പറയാം. അറ്റാച്ച്ഡ് വിത്ത് റൈബോസോം ആണ് റഫ്. ഓക്കെ, അറ്റാച്ച്ഡ് വിത്തൗട്ട് റൈബോസോം. ഓക്കെ, അറ്റാച്ച്ഡ്, ഇത് അടുത്ത സെന്റൻസ് ആണ്. അറ്റാച്ച്ഡ് വിത്തൗട്ട് റൈബോസോം എന്താണ്? സ്മൂത്ത് ആണ്. ഇനി റഫ് എന്ന് പറയുമ്പോൾ അവിടെ ആരുണ്ട്? പ്രോട്ടീൻ ഉണ്ട്. സോറി, ഞാൻ ഉത്തരം പറഞ്ഞു. റഫ് എന്ന് പറയുമ്പോൾ അവിടെ ആരുണ്ട്? റൈബോസോം ഉണ്ട്. റൈബോസോം എന്താ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? പ്രോട്ടീൻ. അപ്പം റഫ് ERഉം എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുവാ? പ്രോട്ടീൻ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി സ്മൂത്ത് ER, സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്തോ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാറ്റ് ആണ്. ഓക്കെ, റഫ് എന്തോ പ്രൊഡ്യൂസ് ചെയ്യും? പ്രോട്ടീൻ. ഫാറ്റ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? സോറി, ഫാറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആര്? സ്മൂത്ത്. ക്ലിയർ ആണല്ലോ. പക്ഷെ എങ്ങാനും എക്സാമിന് എപ്പോഴും പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുക, പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ റൈബോസോം എന്ന് മാത്രമേ എഴുതാവൂ. റൈബോസോം ഓപ്ഷനിൽ ഇല്ലെങ്കിൽ നിങ്ങൾ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എഴുതിക്കോ, അല്ലാത്ത പക്ഷം റൈബോസോമേ നിങ്ങൾ എഴുതാവുള്ളൂ. ഓക്കെ, എന്തായാലും റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ഫാറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണല്ലോ. അതേപോലെ തന്നെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ അടുത്തൊരു ഫംഗ്ഷൻ ആണ് ഡീടോക്സിഫിക്കേഷൻ. നമ്മുടെ ഉള്ളിലോട്ട് ചെല്ലുന്ന വിഷം, അതേപോലെ തന്നെ ഡ്രഗുകൾ, ഇതിനൊക്കെ മാക്സിമം ന്യൂട്രലൈസ് ചെയ്ത് നമ്മുടെ ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആര് സഹായിക്കുന്നുണ്ട്? ഇപ്പം നമ്മുടെ ലിവർ നമ്മളെ സഹായിക്കത്തില്ലേ? നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ഡ്രഗ്സോ ടോക്സിൻസോ എത്തിക്കഴിഞ്ഞാൽ അതിനെ മാക്സിമം അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന നമ്മുടെ ഓർഗനാണ് ലിവർ എന്ന് പറയും. അതേപോലെ തന്നെ നമ്മുടെ സെല്ലിലുള്ള അതിന് സഹായിക്കുന്ന സെൽ ഓർഗനൽ ആണ് ആരെന്ന് പറയുന്നത്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത്. അത്ര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഈ ഒരു ഓർഗനൽ. ഡീടോക്സിഫിക്കേഷൻ, ഉള്ളിലോട്ട് ചെല്ലുന്ന വിഷം ഡ്രഗ്സിനെയൊക്കെ മാക്സിമം ന്യൂട്രലൈസ് ചെയ്യുന്ന വെച്ചാൽ ഡീടോക്സിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആര് സഹായിക്കുന്നുണ്ട്? ഒരു പരിധി വരെ നമ്മുടെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഒരു ലിമിറ്റ് വരെ എല്ലാവർക്കും പറ്റുള്ളൂ. ഇപ്പം ലിവറിനാണെങ്കിലും ഈ പറഞ്ഞ സെൽ ഓർഗനൽ, ഇത് ഓർഗനലാണ്, അത് നമ്മൾ ഓർഗനാണ്. ഓക്കെ, പറ്റുള്ളൂ. ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നശിച്ചു തുടങ്ങും. ഇപ്പം ലിവർ ആണെങ്കിൽ ഒരു പരിധി വരെ ഇതിനെയൊക്കെ ഡീടോക്സിഫൈ ചെയ്യാൻ വേണ്ടി സഹായിക്കും. ഒരു ലിമിറ്റ് കഴിയുമ്പം ലിവറിന്റെ സെല്ലും നശിച്ചു തുടങ്ങും, ലിവറിനെ അഫക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഒരു പരിധി വരെ ഡീടോക്സിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മുടെ സെല്ലിലുള്ള ആര് സഹായിക്കുന്നുണ്ട്? നമ്മുടെ സെൽ ഓർഗനൽ സഹായിക്കുന്നുണ്ട്. ഏത് സെൽ ഓർഗനൽ ആയിട്ടുള്ള ഏത്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം സഹായിക്കുന്നുണ്ട്. ക്ലിയർ ആണല്ലോ. ഓക്കെ, അടുത്തത് പ്ലാസ്റ്റിഡ്സ്. പ്ലാസ്റ്റിഡ്സ് എന്ന് പറയുമ്പം പ്ലാന്റ് സെല്ലിൽ മാത്രം കാണപ്പെടുന്ന സെൽ ഓർഗനിലാണ് പ്ലാസ്റ്റിഡ്സ്. ഓക്കെ, അനിമൽ സെല്ല് ഇത് ഇല്ല. ഓക്കെ, അപ്പം ഓൺലി ഇൻ പ്ലാന്റ് സെല്ലിൽ മാത്രം കാണപ്പെടുന്ന സെൽ ഓർഗനിലെയാണ് നമ്മൾ എന്തെന്ന് പറയാ? പ്ലാസ്റ്റിഡ് എന്ന് പറയാം. ഓക്കെ, പ്ലാസ്റ്റിഡിൽ മെയിൻലി 3 ഫങ്ഷൻസ് ആണുള്ളത്. ഫുഡ് മാനുഫാക്ചർ ചെയ്യുക, സ്റ്റോർ ചെയ്യുക, അതേപോലെ തന്നെ ഇപ്പൊ ചെടിയാകുമ്പോൾ ചെടിയിൽ ഫ്ലവേഴ്സ് ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, ബഡുകളുണ്ട്, പലതിനും പല കളറുകളാണ്. അപ്പൊ പല കളറുകൾ പ്രൊവൈഡ് ചെയ്യുക, ഇതാണ് ആരുടെ ജോലി? പ്ലാസ്റ്റിഡ്സിന്റെ ജോലി. ഇതെന്തായാലും അനിമൽ സെല്ലിൽ ഇല്ല. അപ്പൊ പ്ലാന്റ് സെല്ലിൽ മാത്രമുള്ള സെൽ ഓർഗനൽ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഏതാണ്? പ്ലാസ്റ്റിഡ് ആണ്. ഓക്കെ, പ്ലാസ്റ്റിഡിന്റെ ഫംഗ്ഷൻ എന്താണ്? ഫുഡ് മാനുഫാക്ചർ ചെയ്യുക, സ്റ്റോർ ചെയ്യുക, പല കളേഴ്സ് പ്രൊവൈഡ് ചെയ്യുക. ചെടിക്ക് ഇപ്പം ഫ്രൂട്ട്സ്, ഫ്ലവേഴ്സ്, ഇതിനൊക്കെ പല കളേഴ്സ് പ്രൊവൈഡ് ചെയ്യുകയാണ് ആരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? നമ്മൾ പ്ലാസ്റ്റിഡിന്റെ ഫംഗ്ഷൻ. ഈ ഫംഗ്ഷനെ ബേസ് ചെയ്ത് തന്നെ പ്ലാസ്റ്റിഡ്സ് 3 ടൈപ്പ് ആയിട്ട് നമുക്ക് പറയാം. നോക്കിയേ, ക്ലോറോപ്ലാസ്റ്റ്. ഓക്കെ, ക്ലോറോപ്ലാസ്റ്റ് പച്ച നിറമാണ്, കാരണം അതിലൊരു പിഗ്മെന്റ് ഉണ്ട്. ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലോറോഫിൽ ആണ്. ഓക്കെ, ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന, ഫുഡ് മാനുഫാക്ചർ ചെയ്യുന്ന പ്ലാസ്റ്റിഡിന്റെ പേരാണ് ക്ലോറോപ്ലാസ്റ്റ്. ഫുഡ് സ്റ്റോർ ചെയ്യുന്ന പ്ലാസ്റ്റിഡിന്റെ പേരാണ്, മൂന്നാമത്തെ ലൂക്കോപ്ലാസ്റ്റ്. കളർ കൊടുക്കാൻ സഹായിക്കുന്ന പ്ലാസ്റ്റിഡിന്റെ പേരാണ് ക്രോമോപ്ലാസ്റ്റ്. അപ്പം 3 പ്ലാസ്റ്റിഡ്സ് ഓർത്തിരിക്കുക. ഒന്ന്, ഫുഡ് മാനുഫാക്ചർ ചെയ്യാൻ സഹായിക്കുന്നത് ആരാണ്? ക്ലോറോപ്ലാസ്റ്റ്. ഫുഡ് സ്റ്റോർ ചെയ്യാൻ ലൂക്കോപ്ലാസ്റ്റ്. കളർ പ്രൊവൈഡ് ചെയ്യാൻ ക്രോമോപ്ലാസ്റ്റ്. ഓക്കെ, ഫുഡ് സ്റ്റോർ ചെയ്യാൻ പ്രത്യേകിച്ച് കളർ ഒന്നും വേണമെന്നില്ലല്ലോ. അതുകൊണ്ട് കളർലെസ് ആയിട്ടുള്ള പ്ലാസ്റ്റിഡ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലൂക്കോപ്ലാസ്റ്റ് ആണ്. ഓക്കെ, ഇനി ക്ലോറോപ്ലാസ്റ്റ് ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥലമാണ്. പക്ഷെ ഇവിടെ എന്താണ്? ഫോട്ടോസിന്തസിസ് ഒക്കെ നടക്കും.
ഫോട്ടോസിന്തസിസ് നടക്കണമെങ്കിൽ അവിടെ ആര് വേണം? പച്ച കളർ പിഗ്മെന്റ് ആയിട്ടുള്ള ക്ലോറോഫിൽ വേണം. ക്ലോറോഫിൽ ഉണ്ടെങ്കിലേ ഫോട്ടോസിന്തസിസ് എന്തുവാ? ചെടി സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കും എന്നറിയല്ലോ. എങ്ങനെയാ ഫുഡ് ഉണ്ടാക്കുന്നത്? ഫോട്ടോസിന്തസിസ് വഴി. ഫോട്ടോസിന്തസിസ് നടക്കണമെങ്കിൽ അവിടെ ആര് വേണം? ക്ലോറോഫിൽ വേണം. ഓക്കെ, അപ്പൊ ക്ലോറോഫിലൊക്കെ ഉള്ളത് ഏതിൻ്റെ അകത്താണ്? ഈ ക്ലോറോപ്ലാസ്റ്റിന്റെ അകത്താണ്. നമ്മൾ ആദ്യം പടം കണ്ടപ്പോൾ അതിൽ ക്ലോറോപ്ലാസ്റ്റ് കണ്ടായിരുന്നു. ഓക്കെ, ക്ലോറോപ്ലാസ്റ്റ് എവിടെ മാത്രമേ ഉള്ളൂ? പ്ലാന്റ് സെല്ലിൽ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിലും ഈ എഴുതി വെച്ചേക്കുന്ന 3 ടൈപ്പും പ്ലാസ്റ്റിഡ്സും ആരിൽ മാത്രമേ ഉള്ളൂ? പ്ലാന്റ്സിൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി പല ടൈപ്പ് കളേഴ്സ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആരുള്ളത്? നമ്മുടെ ക്രോമോപ്ലാസ്റ്റുകൾ ഉള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കാം. ഇനി അടുത്ത ഒരു സെൽ ഓർഗനിലും കൂടെയാണ് ഉള്ളത്. ഓക്കെ, അടുത്ത ഒരു സെൽ ഓർഗനിലാണ് സെൻട്രോസോം. ഓക്കെ, സെൻട്രിയോൾസ് എന്ന് വിളിക്കാം. സെൻട്രിയോൾസ്. നേരത്തെ നമ്മൾ പറഞ്ഞ പ്ലാസ്റ്റിഡ്സ് എവിടെ മാത്രമേ ഉള്ളൂ? പ്ലാന്റ് സെല്ലിൽ മാത്രമല്ലേ ഉള്ളൂ. അതേപോലെ അനിമൽ സെല്ലിൽ മാത്രമുള്ള സെൽ ഓർഗനലിന്റെ പേരാണ് എന്തെന്ന് പറയുന്നത്? സെൻട്രോസോം എന്ന് പറയും. ഓക്കെ, ഇത് അനിമൽ സെല്ലിൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഈ പ്ലാസ്റ്റിഡ്സും സെൻട്രോസോമും അല്ലാണ്ട് നമ്മൾ നേരത്തെ കുറേ ഓർഗനൽസ് പറഞ്ഞില്ലേ? അത് പ്ലാന്റിലും ഉണ്ട്, അനിമലിലും ഉണ്ട്. പക്ഷെ പ്ലാസ്റ്റിഡ് പ്ലാന്റിൽ മാത്രമേ ഉള്ളൂ, സെൻട്രോസോം അനിമലിൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇത് അനിമൽ സെല്ലിൽ മാത്രമേ നമുക്ക് കാണാൻ വേണ്ടി പറ്റുള്ളൂ. ഇതിന്റെ ജോലി എന്ന് പറഞ്ഞാൽ സെൽ ഡിവിഷന് സഹായിക്കാം. ഓക്കെ, അപ്പോൾ ഒരു സെല്ല് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഇതില് സെൽ ഡിവിഷന് വേണ്ടിയിട്ട് ഇങ്ങനെ ഫൈബേഴ്സ് ഉണ്ടാവത്തില്ലേ? ഫൈബേഴ്സ്. ഈ ഫൈബേഴ്സ് ഫോം ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് ദാ ഈ പറയുന്ന സെൻട്രോസോം ആണ്. ഓക്കെ, അത് ജസ്റ്റ് ഇവിടെ വരച്ച് കാണിച്ചിട്ടുണ്ട്. ഇതാണ് സെൻട്രോസോം എന്ന് പറയുന്നത്. ഈ സെൻട്രോസോമിൽ നിന്നുമാണ് ഇങ്ങനെ 4 പോലത്തെ ഫൈബേഴ്സ് ഇങ്ങനെ ഫോം ചെയ്ത് വരുന്നത്. ഓക്കെ, എന്നാൽ സെൽ ഡിവിഷന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഫൈബേഴ്സ് പ്ലാന്റ് സെല്ലിൽ ഉണ്ടാവത്തില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവും. പക്ഷെ പ്ലാന്റ് സെല്ലിൽ ഡയറക്റ്റ് സൈറ്റോപ്ലാസത്തിൽ നിന്ന് ഈ ഫൈബേഴ്സ് പോലത്തെ സംഭവം ഫോം ചെയ്ത് വരും. പക്ഷെ അനിമൽ സെല്ല് ഡയറക്റ്റ് സൈറ്റോപ്ലാസം നിന്ന് ഉണ്ടായി വരത്തില്ല. അത് എവിടെ നിന്നാണ് ഉണ്ടാവുന്നത്? ഈ പറയുന്ന സെൻട്രോസോം എന്നാണ് ഉണ്ടാവുന്നത്. ഓക്കെ, സെൽ ഡിവിഷന് വേണ്ടിയിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഇതാ ഇങ്ങനെ വന്നതിന് ശേഷം ഈ സെല്ല് എന്ത് ചെയ്യും? ഈ ക്രോമസോം അപ്പുറത്തും ഇപ്പുറത്തും പോയിട്ട് ഈ സെല്ല് എന്ത് ചെയ്യും? ഇത് സെല്ല് രണ്ടായിട്ട് എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്? ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അനിമൽ സെല്ല് മാത്രം കാണപ്പെടുന്ന സെൽ ഓർഗൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? നമ്മുടെ സെൻട്രോസോം ആണ്. സെൻട്രോസോമിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? സെൽ ഡിവിഷന് വേണ്ടിയിട്ട് സഹായിക്കുക എന്നതാണ് ആരുടെ ജോലി? നമ്മുടെ സെൻട്രോസോമിന്റെ ജോലി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ എക്സാമിന് വേണ്ടിയിട്ട് പഠിച്ചു വെക്കാൻ. ഓക്കെ, ഇപ്പൊ ഞാൻ സൂയിസൈഡൽ ബാഗ് ആരാന്ന് ചോദിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ മൈൻഡ് വരണം ആരാണ്? ലൈസോസോം. അതേപോലെ പവർ ഹൗസ് ഓഫ് ദ സെൽ ആരാ? മൈറ്റോകോൺട്രിയ. ഓക്കെ, അങ്ങനെ ട്രാഫിക് പോലീസ് ഓഫ് ദ സെൽ ആരാണ്? ഗോൾഗി ബോഡീസ്. ഈ ഒരു രീതിയിൽ ഈ ഒരു ചാപ്റ്റർ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പഠിക്കുക. ഇനി ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുവാണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓർഗൻ ഈസ് ദ പവർ ഹൗസ് ഓഫ് ദ സെൽ? ഓക്കെ, സെല്ലിന്റെ പവർ ഹൗസ് ഏതാണ്? ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാം. ഗോൾഗി ബോഡീസ്, പ്ലാസ്റ്റിഡ്, മൈറ്റോകോൺട്രിയ, എൻഡോപ്ലാസം, റെറ്റിക്കുലം. ആരാ? നമ്മുടെ മൈറ്റോകോൺട്രിയ ആണ് എന്തെന്ന് പറയുന്നത്? പവർ ഹൗസ് ഓഫ് ദ സെൽ. സെല്ലിന്റെ പവർ ഹൗസ് എന്ന് അറിയപ്പെടുന്നത് ആരാ? മൈറ്റോകോൺട്രിയ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ദ സ്റ്റഡി ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടിഷ്യൂസ് ഈസ് കോൾഡ്. ടിഷ്യൂസിനെ പറ്റിയുള്ള സ്റ്റഡീനെ പറയുന്നത്. ഓക്കെ, സൈറ്റോളജി ആണോ? അല്ല. സെൽ ബോഡി, സെൽ ഫിസിയോളജി, ഏതാ? ഹിസ്റ്റോളജി. ഓക്കെ, ടിഷ്യൂസിനെ പറ്റിയുള്ള പഠനത്തെ നമ്മൾ പറയുന്ന പേര് ഏതാണ്? ഹിസ്റ്റോളജി ആണ്. ഓക്കെ, സെല്ലിനെ പറ്റിയുള്ള പഠനം നമ്മൾ പറയുന്നത് എന്താണ്? സൈറ്റോളജി. ഓക്കെ, ടിഷ്യൂസിനെ പറ്റിയുള്ള പഠനത്തെ നമ്മൾ പറയുന്നത് എന്താണ്? ഹിസ്റ്റോളജി. ഓക്കെ, ഹിസ്റ്റോളജി. അതേപോലെ ഓർഗൻ സിസ്റ്റം. ഓക്കെ, ഇതിനെയൊക്കെ പറ്റിയുള്ള പഠനത്തെ നമ്മൾ പറയുന്നത് അനാട്ടമി എന്നാണ് പറയുന്നത്. അനാട്ടമി. ഓക്കെ, അനാട്ടമിന്നും ഫിസിയോളജി എന്നൊക്കെ പറയാം. ഓർഗൻ സിസ്റ്റത്തിന് അനാട്ടമിന്നും ഫിസിയോളജി എന്ന് പറയാം. ഓക്കെ, എന്തായാലും സെല്ലിനെ പറ്റിയുള്ള സ്റ്റഡി എന്താണ്? സൈറ്റോളജി. ടിഷ്യൂസിനെ പറ്റിയുള്ള സ്റ്റഡി ഹിസ്റ്റോളജി. ഓർഗൻ സിസ്റ്റത്തിനെയൊക്കെ പറ്റിയാണെങ്കിൽ നമ്മൾ പറയും അനാട്ടമി. ഓക്കെ,
അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ലൈസോസോം ഈസ് കറക്റ്റ്? ലൈസോസോമിനെ പറ്റി ഇവിടെ ഒരു 4 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? ഓക്കെ, ലൈസോസോം സിന്തസൈസ് ഫാറ്റ്. ലൈസോസോം ഫാറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആണോ? ആണോ? ലൈസോസോംസ് കണ്ടെയ്ൻ ഡൈജസ്റ്റീവ് എൻസൈംസ്. ആണോ? ഡൈജസ്റ്റീവ്സ് കണ്ടെയ്ൻ ഗ്രോത്ത് ഹോർമോൺസ്. അങ്ങനെ നമ്മൾ പറഞ്ഞ പോലും ഇല്ല. ലൈസോസോംസ് എന്താണ്? സിന്തസൈസ് പ്രോട്ടീൻ. ഏതാണ്? ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം? ആ, ലൈസോസോമിനെയാണ് ഡൈജസ്റ്റീവ് ബാഗ് എന്നറിയപ്പെടുന്നത്. കാരണം എന്തുവാ? അതിൻ്റെ അകത്ത് ഡൈജസ്റ്റീവ് എൻസൈംസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഉത്തരം എന്താണ്? ബി ഓപ്ഷൻ ആണ്. ലൈസോസോം കണ്ടെയ്ൻസ് എന്താണ്? ഡൈജസ്റ്റീവ് എൻസൈംസ്. അതുകൊണ്ടാണ് ഡൈജസ്റ്റീവ് ബാഗ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് പ്രസന്റ് ഇൻ അനിമൽ സെൽ? ഈ എഴുതിയേക്കുന്നതിൽ ഏതോ ഒരു ഓർഗനൽ അനിമൽ സെല്ലിൽ ഇല്ല. ഓക്കെ, ഇതിന്റെ ആൻസർ ഞാൻ പറയുന്നില്ല. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് താഴെ കമന്റ് ചെയ്യാം. ഓക്കെ, എന്തായാലും നമ്മൾ ഇതെല്ലാം ക്ലാസ്സിൽ പഠിച്ചതാണ്. ഓക്കെ, പ്ലാസ്മ മെംബ്രൈൻ അനിമലിൽ ഉണ്ടോ ഇല്ലയോ? ന്യൂക്ലിയസ് അനിമലിൽ ഉണ്ടോ ഇല്ലയോ? ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടോ? സൈറ്റോപ്ലാസം ഉണ്ടോ ഇല്ലയോ? അപ്പം ഏതാണെന്ന് ഉത്തരം കൃത്യമായിട്ട് താഴെ കമന്റ് ചെയ്യുക. ഓക്കെ, ഇതേപോലെ നമുക്ക് ഓരോ ചാപ്റ്റേഴ്സ് എളുപ്പമായിട്ട് നമുക്ക് പഠിച്ചെടുക്കാം. സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് സെൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി സയൻസ് പഠിച്ചിട്ടില്ല, അപ്പം അങ്ങനെ നിങ്ങൾ എന്താണ് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് കാര്യം നിങ്ങൾക്ക് പറയുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ. പിന്നെ പേരുകളിൽ പറയുമ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഇല്ലേ നിങ്ങൾക്ക് തോന്നുന്നുള്ളൂ, നിങ്ങൾക്ക് തോന്നുന്നുള്ളൂ. അത് നമുക്ക് പയ്യെ പയ്യെ പഠിച്ച് വരുമ്പം ആ ഒരു ട്രാക്കിലോട്ട് വരും, അത് സെറ്റ് ആവും. ഓക്കെ, അപ്പം അതുകൊണ്ട് സയൻസ് ബുദ്ധിമുട്ടാണ് എന്ന് വിചാരിച്ച് ആരും ഇരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ആ ഒരു പ്രോപ്പർ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും ബയോളജിയിലെ ഒരു എന്താണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ചാപ്റ്റർ ആയിട്ടുള്ള സെല്ലാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ചധികം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ചെയ്ത് നോക്കുക, പഠിക്കുക. ഓക്കെ, അപ്പം നമുക്കിനി അടുത്ത ഒരു ദിവസം അടുത്ത ഒരു എന്താണ് ക്ലാസ്സിൽ നമുക്ക് മീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം ഹാപ്പി ലേണിംഗ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.